സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇടുക്കിയിലും എറണാകുളത്തുമാണ് അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടുള്ളത്. മറ്റെല്ലായിടത്തും ശക്തമായ മഴയുടെ മുന്നറിയിപ്പായ യെല്ലോ അലർട്ടുമുണ്ട്. അപ്പോൾ ഈ മഴയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മാനസ ആദ്യം ചേരുന്നു. നോക്കാം എന്താണ് തിരുവനന്തപുരത്ത് മഴ എങ്ങനെയുണ്ടെന്ന്. മാനസ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് മഴയുണ്ടോ? എന്താണ് പൊതുവെ സംസ്ഥാനത്ത് ഉടനീളം നൽകിയിരിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പ്? ഗുഡ് മോർണിംഗ് മനു. സംസ്ഥാനത്ത് ഉടനീളം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം 12 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഉള്ളത്. അതുമാത്രമല്ല, അതിശക്തമായ മഴ തുടരുന്നു എന്നതുകൂടിയാണ്. തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നിലവിൽ മഴ ശാന്തമാണ്. രാവിലെ മുതൽ തന്നെ തെളിഞ്ഞ ആകാശം തന്നെയാണ്. പക്ഷേ ഹൈ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ, അതിൽ എടുത്തു പറയുകയാണെങ്കിൽ എറണാകുളം, ഇടുക്കി ജില്ലകളാണ്. ആ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ ലഭിച്ച മഴയുടെ തീവ്രത എത്രത്തോളമാണ് എന്നത് വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ഈ വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ ലഭ്യമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. ഇന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിലൊക്കെ തന്നെ മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ബാക്കി ജില്ലകളിൽ, അതായത് 10 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഉടനീളം വലിയ രീതിയിലുള്ള മഴ ലഭ്യമാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെയോടെ വടക്കൻ കേരളത്തിലെ മഴയ്ക്ക് അല്ലെങ്കിൽ ശമനം ഉണ്ടാകും എന്നതാണ് ഈ അലർട്ടുകളിൽ വ്യക്തമാകുന്നത്. കാരണം തെക്കൻ ജില്ലകളിലാണ് നാളെ മുതൽ അലർട്ടുകൾ, അതായത് യെല്ലോ അലർട്ടുകൾ നൽകിയത്. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇത് തുലാവർഷമാണ് എന്നത് എല്ലാവർക്കും തന്നെ അറിയാം. അതോടൊപ്പം തന്നെ കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ്, അല്ലെങ്കിൽ ന്യൂനമർദ്ദത്തിന്റെ ശക്തിയുടെ ഫലമായാണ് ഇത്തരത്തിൽ വ്യാപക മഴ ലഭ്യമാകുന്നത് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ കൂടിയും അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ പറയാൻ ഉള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെയാണ് കാറ്റ്, ശക്തമായ കാറ്റാണ്. അതായത് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ശംഖുമുഖത്താണ് ഉള്ളത്. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് നിന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ഇന്ന് പതിവിന് വിപരീതമായി പുലർച്ചെ തന്നെ ശംഖുമുഖത്ത് വലിയ തോതിൽ സന്ദർശകരുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ? മഴ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിട്ടും ആളുകൾ രാവിലെ കടൽ തീരത്തേക്ക് എത്തിയിരിക്കുകയാണല്ലോ. തീർച്ചയായും മഴ മുന്നറിയിപ്പിൽ ഈ കേരള തീരത്ത്, അത് പ്രത്യേകിച്ച് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണെങ്കിൽ കൂടിയും തലസ്ഥാനത്ത് നിലവിൽ മഴ ശാന്തമായതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളൊക്കെയും തന്നെ അവരുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സന്ദർശകരും ഇവിടെ ഒരു ലിമിറ്റിനപ്പുറം പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. മാത്രമല്ല, വലിയ രീതിയിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത് എങ്കിൽ കൂടിയും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇവിടെ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം ആളുകളോട് ജാഗ്രത പാലിക്കാൻ പറയുന്നുണ്ട്. ലക്ഷദ്വീപ്, കർണാടക, അതോടൊപ്പം തന്നെ കേരള തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്കും തുടരുകയാണ്. കടലിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെയും തന്നെ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആളുകൾ അത് എത്രത്തോളം പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എങ്കിൽ കൂടിയും പൊതുജനങ്ങളോട് പൊതു ഇടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള കാറ്റ് ഉണ്ടായേക്കാം. അതുകൊണ്ട് പൊതുജനങ്ങൾ പൊതു ഇടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണ് നിലവിൽ ഉള്ളത്. മനു.